ഇപ്പം എൻ്റെ ഡയറ്റിന് വന്ന് തീരെ ആയുസില്ലാണ്ടായിക്കണം കേട്ടോ. രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും നാളെ തൊട്ട് ഒടുക്കത്തെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ എന്താ അറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഡയറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒക്കെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഞാൻ മാത്രമാണ് ഇങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളെങ്ങനെയാണോ എന്നാൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതാ രാവിലെ ഒരു സ്മൂത്തിയൊക്കെ അടിച്ചു. ആപ്പിളും റോബസ്റ്റ പഴവും അതുപോലെ പാലൊക്കെ ഇട്ടിട്ട് പിന്നെ ചിയാ സീഡും പംകിൻ സീഡൊക്കെ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് സ്മൂത്തിയും അതിൻ്റെ കൂടെ തന്നെ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് മേടിച്ചാണ്. കുട്ടികൾ ഞാൻ ജീസയിൽ കഴിച്ചില്ല. അപ്പോൾ അത് രണ്ടും കൂടെ എന്നിട്ട് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളിതാ അന്ന് ഫ്രൈഡേ ആണ്, August 15 ആണ്. അപ്പോൾ നേരത്തെ ഇറങ്ങണം. അപ്പോൾ അതാ നേരത്തെ ഇറങ്ങിയേക്കാണ് കേട്ടോ. എനിക്ക് ഈ രാവിലെ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ മഴ വീണ എന്താ അറിയില്ല, ഭയങ്കര കയറിയാണ്. അതേപോലെ കല്യാണത്തിന് രാവിലെ സ്കൂളിൽ പോകുന്ന ടൈം മഴയാണെങ്കിൽ വാശിക്കാർ പോലെ രാത്രി പെയ്യൂല, രാവിലെ എന്തെങ്കിലും പരിപാടിയായിട്ട് ടൈമിൽ പെയ്യുകയും ചെയ്യും. പിന്നെ അതാ കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് നേരെ സെപ്പിമാരുടെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പകുതി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സെപ്പിമാർക്ക് കൂന്തൽ ഇട്ടിരിക്കണം, അത് നേരാക്കേണ്ട തിരക്കിലാണ്. പിന്നെ ഞാൻ വേഗം ചെറുവിൻ്റെ ഒരു പാൻറ്റൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അതാ ഇപ്പാൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഫോൺ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ അതാ നേരെ ജിമ്മിൽ പോയി. ജിമ്മിൽ നിന്ന് ഒടുക്കത്തെ വർക്കൗട്ട് ചെയ്യുന്നു കേട്ടോ ഗൈസ്. പിന്നെ അതാ തിരിച്ച് വന്നപ്പോൾ നല്ല കൂന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സെപ്പിയമ്മ. നല്ല കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ പത്തിരിയും കൂട്ടിയടിച്ചു. പിന്നെ അതാ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ട്, നിങ്ങളെ വിചാരം ഞാൻ ഫുഡ് ഉണ്ടാക്കില്ല എന്നല്ലേ, ഞാൻ ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഫിഷിൻ്റെ ഐറ്റമൊക്കെ സെപ്പിയമ്മ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. ഷിബിലി ഞാനൊക്കെ ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റമാണ് കേട്ടോ. സെപ്പിയമ്മ ബിരിയാണിമൊന്നും വല്ലാതെ ഇതാക്കില്ല. സെപ്പിയമ്മ നെയ്ച്ചോറ് വെക്കും അടിപൊളിയായിട്ട്. നെയ്ച്ചോറ്, ചിക്കൻ കറി അങ്ങനെയൊക്കെ. പിന്നെ അതാ മന്തിയൊക്കെ ഉണ്ടാക്കി അത് കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ചാണ്. നല്ല മഴ എന്താ കാട്ടണു, ചൂടുള്ള മന്തി മയോണൈസൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.